ചൈനയും തായ്വാനും തമ്മിലുള്ള തർക്കം ആഗോള രാഷ്ട്രീയത്തിലെ ഏറ്റവും സങ്കീർണവും അപകടകരവുമായ ഭൗമരാഷ്ട്രീയ പ്രശ്നങ്ങളിലൊന്നാണ്. തായ്വാൻ തങ്ങളുടെ രാജ്യത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്നും ആവശ്യമെങ്കിൽ ബലം പ്രയോഗിച്ചത് പിടിച്ചെടുക്കുമെന്നുമാണ് ചൈനയുടെ നിലപാട്. എന്നാൽ സ്വന്തമായി ജനാധിപത്യ ഭരണകൂടവും സൈന്യവും ഭരണഘടനയുമുള്ള ഒരു സ്വതന്ത്ര രാജ്യമായാണ് തായ്വാൻ സ്വയം കണക്കാക്കുന്നത്. ഇപ്പോൾ തായ്വാന് ചുറ്റും ചൈനീസ് സൈന്യം വീണ്ടും ശക്തമായ നിരീക്ഷണവും നീക്കങ്ങളും നടത്തുന്നതായി തായ്വാൻ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. മെയ് 24 രാവിലെ വരെ 4 ചൈനീസ് യുദ്ധവിമാനങ്ങളും 6 നാവികസേനാ കപ്പലുകളും ദ്വീപിന് സമീപം കണ്ടെത്തി. ഇതിൽ 3 വിമാനങ്ങൾ തായ്വാൻ കടലിടുക്കിലെ തന്ത്രപ്രധാനമായ മധ്യരേഖ മറികടന്ന് തായ്വാന്റെ വ്യോമ പ്രതിരോധ തിരിച്ചറിയൽ മേഖലയിലേക്ക് പ്രവേശിച്ചു. തൊട്ടു മുമ്പത്തെ ദിവസം 16 വിമാനങ്ങളും 8 കപ്പലുകളും വിന്യസിച്ചുകൊണ്ട് ചൈന നടത്തിയ വലിയ രീതിയിലുള്ള സൈനിക നീക്കങ്ങൾക്ക് തൊട്ടു പിന്നാലെയാണ് ഈ പുതിയ സംഭവം. ചൈനയും തായ്പേയും തമ്മിലുള്ള ആഴത്തിലുള്ള ഭൗമരാഷ്ട്രീയ തർക്കങ്ങളെയാണ് ഈ തുടർച്ചയായ സൈനിക കടന്നുകയറ്റങ്ങൾ കാണിക്കുന്നത്. തങ്ങളുടെ വൺ ചൈന പോളിസി പ്രകാരം തായ്വാനെ സ്വന്തം ഭൂപ്രദേശത്തിന്റെ ഭാഗമായാണ് ചൈന കണക്കാക്കുന്നത്. അതിനാൽ തന്നെ തങ്ങളുടെ അധികാരം സ്ഥാപിക്കുന്നതിനായി അവർ പതിവായി ഇത്തരം സൈനിക അഭ്യാസങ്ങൾ നടത്താറുണ്ട്. ഈ വെല്ലുവിളികളെ പ്രതിരോധിക്കാൻ അമേരിക്കയിൽ നിന്നുള്ള സുരക്ഷാ സഹകരണവും ആയുധ വിൽപ്പനയും തായ്വാന് അത്യന്താപേക്ഷിതമാണെന്ന് തായ്വാൻ പ്രസിഡന്റ് ലാങ് ചിങ്ഡെ അടുത്തിടെ വ്യക്തമാക്കുകയുമുണ്ടായി. പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ യുദ്ധതന്ത്രം വിശദീകരിക്കുന്നുണ്ടെന്നും കരമാർഗമുള്ള ആക്രമണമാണ് ചൈന പദ്ധതിയിടുന്നത് എന്നും ഓഡിയോ ആസ്പദമാക്കിയുള്ള റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇതിനിടെ ചൈനയ്ക്ക് മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റിന്റെ ഓഡിയോ രംഗത്തും വന്നു. തായ്വാനെ ആക്രമിക്കുകയാണെങ്കിൽ സംരക്ഷിക്കാൻ അമേരിക്കൻ സേന രംഗത്തിറങ്ങുമെന്നാണ് മുന്നറിയിപ്പ്. അതേസമയം പുറത്തുവന്ന ഓഡിയോ സന്ദേശത്തെപ്പറ്റി ചൈന ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. ഭൂപ്രദേശ തർക്കങ്ങൾക്കപ്പുറം ആഗോള സാങ്കേതിക വിദ്യാരംഗത്തും ഇൻഡോ പസഫിക് മേഖലയിലും തായ്വാന് വലിയ പ്രാധാന്യമുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ചിപ്പ് നിർമ്മാതാക്കളായ TSMC തായ്വാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനങ്ങൾ മുതൽ സൈനിക ഉപകരണങ്ങൾക്ക് വരെ ആവശ്യമുള്ള അതിനൂതന അർദ്ധചാലകങ്ങൾ നിർമ്മിക്കുന്നത് ഇവരാണ്. തായ്വാൻ റിലേഷൻസ് ആക്ട് പ്രകാരം അമേരിക്ക തായ്വാന് സുരക്ഷാ പിന്തുണ നൽകുന്നുണ്ടെങ്കിലും ഈ പ്രദേശത്തെ ഏത് തരത്തിലുള്ള സൈനിക സംഘർഷവും അമേരിക്കയും ചൈനയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തെ ദോഷകരമായി ബാധിക്കുന്ന ഒന്നാണ്. അതിനിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഫോണിൽ സംസാരിക്കാൻ അവസരം ലഭിച്ചാൽ തായ്വാൻ കടലിടുക്കിലെ സമാധാനം തകർക്കുന്നത് ചൈനയാണെന്ന കാര്യം താൻ വ്യക്തമാക്കുമെന്ന് തായ്വാൻ പ്രസിഡന്റും പറഞ്ഞു. തായ്വാൻ സ്വതന്ത്ര പരമാധികാരമുള്ള രാജ്യമാണെന്നും അതിനെ കൂട്ടിച്ചേർക്കാൻ ഒരു രാജ്യത്തിനും അവകാശമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രസിഡന്റായി താൻ ഭരണമേറ്റതിന്റെ 2ാം വാർഷികത്തോടനുബന്ധിച്ച് തായ്പേയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ലായുടെ പ്രസ്താവനയ്ക്കെതിരെ കടുത്ത ഭാഷയിലാണ് ചൈന പ്രതികരിച്ചത്. കഴിഞ്ഞയാഴ്ച ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തായ്വാനിലേക്കുള്ള ആയുധ വിൽപ്പന ഒരു മികച്ച ചർച്ചാ ഉപാധി മാത്രമാണെന്നും തായ്വാൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നത് താൻ ആഗ്രഹിക്കുന്നില്ലെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ തായ്വാന്റെ ഭാവി നിർണ്ണയിക്കേണ്ടത് അവിടുത്തെ ജനങ്ങളാണെന്നും ചൈനീസ് കടന്നുകയറ്റങ്ങളെ പ്രതിരോധിക്കാൻ US-ൽ നിന്നുള്ള ആയുധ സഹായം അത്യാവശ്യമാണെന്നും ലായ് ചിങ്ഡെ ഓർമ്മിപ്പിച്ചു. തായ്വാൻ പ്രസിഡന്റിന്റെ പ്രസ്താവനകൾ വെറും നുണയും ശത്രുതയും നിറഞ്ഞതാണെന്നും മാതൃരാജ്യവുമായുള്ള തായ്വാന്റെ പുനരേകീകരണം തടയാൻ ആർക്കും കഴിയില്ലെന്നും ചൈനീസ് തായ്വാൻ അഫയേഴ്സ് ഓഫീസ് പ്രസ്താവനയിൽ അറിയിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.